അങ്ങനെ ഇന്ത്യ തേർഡ് T20 ഇംഗ്ലണ്ട് ജയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ശരിക്കും ഈ മാച്ച് ജയിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ ഒരു സീരീസ് എലൈവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ മാച്ച് ഇംഗ്ലണ്ട് ജയിച്ചേ പറ്റുമായിരുന്നുള്ളൂ. ഇല്ല, ഒരുപക്ഷെ ഇന്ത്യ ജയിച്ചിരുന്നുണ്ടെങ്കിൽ ഈ സീരീസ് ഇവിടെ കഴിഞ്ഞാൽ ഇനിയുള്ള 2 മാച്ചിന് യാതൊരു പ്രാധാന്യം ഇല്ലാതായി പോയനെ. നമ്മൾ കാണുന്നവർക്കും ഒരു ത്രില്ലും ഇല്ലാതായി പോയനെ. സത്യം പറഞ്ഞാൽ ഇന്ത്യ കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. ഹർഷ്ദീപ് സിംഗിനെ കളിപ്പിക്കാതെ മുഹമ്മദ് ഷമിയെ കളിപ്പിച്ചത് ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപക്ഷെ 2 പേരെയും കളിപ്പിക്കായിരുന്നു. മുഹമ്മദ് ഷമിക്ക് ചാമ്പ്യൻസ് ട്രോഫി വരുന്നത് കൊണ്ട് തന്നെ പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഹർഷ്ദീപ് സിംഗ് കഴിഞ്ഞ 2 മാച്ചിലും ഏർലി വിക്കറ്റ്സ് തന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച T20 ബോളറാണ്. അപ്പോൾ ഒരു ക്രൂഷ്യലായിട്ടൊരു മാച്ചിൽ ഹർഷ്ദീപ് സിംഗിനെ റെസ്റ്റ് ചെയ്തിട്ട് ഷമിയെ കളിപ്പിച്ചത് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മാച്ച് ജയിച്ചതിൽ 100% ക്രെഡിറ്റ് ഇംഗ്ലണ്ടിന് തന്നെ കൊടുക്കാം. കാരണം അവരുടേതായ രീതിയിൽ മീൻസ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഫിംഗർ സ്പിന്നർ ഇല്ലാതെ അല്ലെങ്കിൽ 2 സ്പിന്നേഴ്സിനെ കളിപ്പിക്കാതെ, ഒരു സ്പിന്നർ അവരുടെ ബെഞ്ചിലുണ്ട് എന്നിട്ട് പോലും 2 സ്പിന്നറിനെ കളിപ്പിക്കാതെ അവരുടെ പേസ് ബോളേഴ്സിനും അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഒരു മാച്ച് സ്ട്രാറ്റജി പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ വിജയം തന്നെയാണ്. അതുപോലെ തന്നെ ഓവർടൺ, ബ്രൈഡൻ കാർസ് എന്നിവരുടെ ഓൾറൗണ്ടേഴ്സിൻ്റെ പെർഫോമൻസ് എനിക്ക് പണ്ട് കളി കണ്ട് തുടങ്ങിയ കാലം തൊട്ട് ഓൾറൗണ്ടേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ജാക്കിസ് കല്ലീസിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അതുപോലെ തന്നെ ആൻഡ്രൂ ഫ്ലിൻഡോഫിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ഈ പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് ടീമിന് കൊണ്ടുവരുന്ന ആ ഒരു ബാലൻസ് അല്ലെങ്കിൽ ക്യാപ്റ്റന് കൊടുക്കുന്ന ആ ഒരു എക്സ്ട്രാ വെപ്പൺ, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഏതൊരു ടീമിനെ സംബന്ധിച്ചും. ഇവിടെ ഇംഗ്ലണ്ടിന് 2 ക്വാളിറ്റി ഓൾറൗണ്ടേഴ്സിനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഏർലി സ്റ്റേജാണ് പറയാൻ, പക്ഷേ എങ്കിൽ പോലും ഇന്നലത്തെ പെർഫോമൻസ് എക്സെപ്ഷണലി നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. ബ്രൈഡൻ കാർസ് കഴിഞ്ഞ കളിയിൽ ബാറ്റിംഗ് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. ബാറ്റിംഗ് കൊണ്ട് ഓവർടണിൽ അധികം പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഇന്നലെ ക്രൂഷ്യലായിട്ടുള്ള ഓവേഴ്സ്, റൺസ് അധികം കൊടുക്കാതെ കണ്ടെയ്ൻ ചെയ്ത് എറിയാൻ ഓവർടണിന് പറ്റി. ഈ 2 ഓൾറൗണ്ടേഴ്സ് ഇംഗ്ലണ്ട് ടീമിന് കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ബെൻ സ്റ്റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ സാം കറണൊക്കെ ഉണ്ട്. അവരൊക്കെ കളിക്കാതെയാണ്, അതൊന്നും അല്ലാതെയാണ് ഇപ്പോൾ ഈ 2 പുതിയ നല്ല എനർജറ്റിക് ആയിട്ടുള്ള യങ് ഓൾറൗണ്ടേഴ്സ്, പേസ് ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് ഇംഗ്ലണ്ടിന് ലഭിച്ചിരിക്കുന്നത്. അത് അവരുടെ ഒരു ഫ്യൂച്ചറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ജാമി സ്മിത്ത്, ജേക്കബ് ബെത്തൽ പോലുള്ള യങ് പ്ലെയേഴ്സ് ഒരുപാട് ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമിലേക്ക് വരുന്നുണ്ട്. T20 സൈഡിലേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഓപ്പണിങ്ങിൽ വിൽജാക്സ് ഇല്ലാതെയാണ് അവർ കളിക്കുന്നത്. അപ്പോഴും ഡക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു ഇന്നലെ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ യങ് പ്ലെയേഴ്സിൻ്റെ വരവ് ഇംഗ്ലണ്ടിലേക്ക്, അതും ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്ലെയേഴ്സിൻ്റെ വരവ് ഇംഗ്ലണ്ട് ടീമിലേക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അടുത്ത വേൾഡ് കപ്പ് അല്ലെങ്കിൽ അടുത്ത T20 വേൾഡ് കപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവർ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടീമായിട്ട് മാറും. കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള യങ്സ്റ്റേഴ്സ് അവരുടെ ടീമിലേക്ക് ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസും കൂടെ ആകുമ്പോഴത്തേക്ക് വിത്തിൻ ഒരു 2-3 ഇയേഴ്സിൽ ഇംഗ്ലണ്ടിൻ്റെ ടീമിനെ സംബന്ധിച്ച് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. പിന്നെ ഇന്നലത്തെ മാച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആദിൽ റഷീദിൻ്റെയാണ്. 1 വിക്കറ്റ് എടുത്തുള്ളൂ. ആ 1 വിക്കറ്റ് തിലക് വർമ്മയുടെ ആണ്. പക്ഷേ 15 റൺസേ കൊടുത്തുള്ളൂ. ഇന്ത്യയെ റൺ അടിക്കാൻ സമ്മതിക്കാതെ വരിഞ്ഞു മുറക്കിയ ഒരു സ്പെല്ലായിരുന്നു ആദിൽ റഷീദിൻ്റെത്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് അശ്വിൻ്റെ യൂട്യൂബ് ചാനൽ അശ്വിൻ ആദിൽ റഷീദിനെ പറ്റി സംസാരിക്കുമ്പോഴും ഇംഗ്ലണ്ടിൻ്റെ ബെസ്റ്റ് സ്പിന്നറിന് എടുത്തു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആദിൽ റഷീദ് ഇന്നലെ പ്രൂവ് ചെയ്തിരിക്കുന്നത് ആദിൽ റഷീദ് ജസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ ബെസ്റ്റ് സ്പിന്നർ അല്ല, വേൾഡ് ക്രിക്കറ്റിൽ തന്നെ T20 ഫോർമാറ്റിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പിന്നർ തന്നെയാണെന്നാണ് ആദിൽ റഷീദ് ഇന്നലെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഫീൽഡിങ്, ഇന്നലെ ഇംഗ്ലണ്ട് എക്സെപ്ഷണലായിട്ട് ഫീൽഡ് ചെയ്തു. ജോഫ്ര ആർച്ചർ അഭിഷേക് ശർമ്മയെ ഔട്ടാക്കാൻ വേണ്ടി എടുത്ത ക്യാച്ചൊക്കെ എക്സെപ്ഷണലായിരുന്നു. ജോഫ്ര ആർച്ചറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ജോഫ്ര ആർച്ചർ, മാർക്ക് വുഡ് ഇവർ 2 പേരും ഇപ്പോൾ മക്വല്ലം ഈ കളി സീരീസിന് മുമ്പ് പറഞ്ഞ അവരുടെ പേസ് ബോളിംഗ് അറ്റാക്കിനെ പറ്റി വളരെ പ്രൗഡായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി അവരതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ജോഫ്ര ആർച്ചർ കഴിഞ്ഞ മാച്ചിൽ അത്യാവശ്യം റണ്ണ് വിട്ടുകൊടുത്തിരുന്നു, എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ മാച്ചിൽ പോലും ബാറ്റ്സ്മാൻമാരെ ട്രബിൾ ചെയ്തിരുന്നു ആർച്ചർ. ഇപ്പോൾ ഈ മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഇവർ 2 പേരും മാർക്ക് വുഡ് ആയാലും ജോഫ്ര ആർച്ചർ ആയാലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ ആ പേസ് വെച്ച് നന്നായിട്ട് ട്രബിൾ ചെയ്തു. സഞ്ജു സാംസൺ വീണ്ടും ജോഫ്ര ആർച്ചറിൻ്റെ മുമ്പിൽ ഔട്ടായി. കഴിഞ്ഞ കളിയിലും ഇതുപോലെ തന്നെ പേസ് ബോളേഴ്സിനെ മിസ്റ്റൈം ചെയ്തിട്ട്, ആർച്ചറിനെ തന്നെ മിസ്റ്റൈം ചെയ്തിട്ട് ക്യാച്ച് ആവാനുണ്ടായത്. ഇന്നലെയും അതേപോലെ തന്നെ സംഭവിച്ചു. സഞ്ജു സാംസനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സീരീസാണിത്. ഇപ്പോൾ ബാക്കിയുള്ള പലരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കമൻറ്റേറ്റേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറത്തിരിക്കുന്നവരോ ഒന്നും അത്ര ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. സൂര്യകുമാർ യാദവ് റൺ അടിക്കുന്നില്ല, അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ ബാറ്റിങ്ങിൽ സ്കോർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് പേര് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും
സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്ന് ഒരു മാച്ചിൽ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ പോലും അത് എടുത്ത് കമൻറ്റേറ്റേഴ്സ് പറയുന്ന പുള്ളിക്ക് പേസിലേക്ക് കളിക്കാൻ ട്രബിൾ ചെയ്യുന്നുണ്ടെന്ന് ടെക്നിക്കലി ഉള്ള മിസ്റ്റേക്കുകൾ എടുത്ത് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് സഞ്ജു സാംസൺ ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഇനി 2 മാച്ചേ ഉള്ളൂ. ഇതുവരെ വലിയൊരു പെർഫോമൻസ് കാണിക്കാനായിട്ട് സഞ്ജു സാംസണ് പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു മാച്ചെങ്കിലും നല്ല എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു പെർഫോമൻസ് സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ചോദ്യങ്ങൾ സഞ്ജു സാംസന് നേരെ വരും. ബാക്കി ആർക്ക് നേരെയും ആ ചോദ്യങ്ങളൊന്നും വന്നില്ലെങ്കിലും സഞ്ജു സാംസൺ ഒരു സീരീസ് പരാജയപ്പെട്ടാൽ തന്നെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇന്ത്യയുടെ അഗ്രസീവായിട്ടുള്ളൊരു അപ്രോച്ച് അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് ക്രൂഷ്യൽ മാച്ചുകൾ. ഇപ്പോൾ ഇന്നലത്തെ മാച്ച് ഒരു വേൾഡ് കപ്പിലോ അല്ലെങ്കിൽ ഒരു ICC ടൂർണമെൻറ്റിലോ ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു എന്ന് കൂട്ടിക്കോളും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പുറത്താണ്. അപ്പോൾ ഈ ഇത്രയും അൾട്രാ അഗ്രസീവായിട്ട് ഇന്ത്യ കളിക്കുന്നത് ഇങ്ങനെയുള്ള ക്രൂഷ്യൽ മാച്ചുകളിൽ തോൽക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രൂഷ്യൽ പ്രഷർ സിറ്റുവേഷൻസിൽ ചോക്ക് ചെയ്തിട്ട് ഇന്ത്യ വലിയ ബിഗ് ടൂർണമെൻറ്റിൽ നിന്നൊക്കെ പുറത്തു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നമ്മൾ കണ്ടതാണ് ഇന്ത്യ കൊളാപ്സ് ആയപ്പോൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു ഇന്നിങ്സാണ് ആങ്കർ ചെയ്തിട്ടുള്ള ഒരു ഇന്നിങ്സാണ് ഇന്ത്യക്ക് ഒരു ഡീസൻറ്റ് സ്കോറിലേക്ക് ഇന്ത്യ എത്തിച്ചത്. അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ടീമിൽ വേണം. ഉണ്ടായാൽ മാത്രം പോരാ, അവരുടെ അപ്രോച്ച് ടോട്ടലി അഗ്രസീവായിട്ട് എല്ലാ ബോളും അടിക്കുക എന്നുള്ള ഒരു അപ്രോച്ച് മാറിയിട്ട് കുറച്ചും കൂടെ സെൻസിബിളായിട്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കളിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രൂഷ്യൽ മാച്ചുകളിൽ ഒരു നോക്കൗട്ട് സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ പുറത്തായി. ഈസിയായിട്ട് ജയിക്കാവുന്ന, അത് 171 ഈ ഒരു ഗ്രൗണ്ടിൽ ഈസിയായിട്ട് ചേസ് ചെയ്യാവുന്ന ഒരു സ്കോറാണ്. ആവശ്യമില്ലാതെ അഗ്രസീവ്നെസ് കാണിക്കേണ്ട ആവശ്യമില്ല. 171 സ്കോർ ചെയ്യുമ്പോൾ എല്ലാ ബോളും അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റ്സ്മാൻമാർ നോക്കുകയാണെങ്കിൽ മിക്ക ബാറ്റ്സ്മാൻമാരും ഔട്ടാവുന്നത് ആവശ്യമില്ലാത്ത ഷോട്ടുകൾക്ക് ശ്രമിച്ചിട്ടാണ്. ഇപ്പോൾ അതിനൊരു അപവാദം എന്ന് പറയുന്നത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ കഴിഞ്ഞ ഇന്നിങ്സിൽ കളിച്ചതായാലും അതിനു മുമ്പ് പല ഇന്നിങ്സിലും 2 ഗിയറിലും കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് തിലക് വർമ്മ. പക്ഷേ തിലക് വർമ്മയുടെ പൊസിഷൻ ഇപ്പോൾ നമ്പർ 4 ആണ്. ഇപ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ തിലക് വർമ്മ നമ്പർ 3ലാണ് കളിച്ചിരുന്നത്. ഇപ്പോൾ ടോപ്പ് 3യിലുള്ള ബാറ്റ്സ്മാൻമാർ 3 പേരും അഗ്രസീവായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്. ഇവർ 3 പേരും അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ്, ഹൈ റിസ്ക് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പവർ പ്ലേയിൽ ഒരു 5th ഓവറിൽ വരുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു 28-ന് 3 എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് ഇന്ത്യ എത്താനുള്ള ചാൻസസ് ഹൈ ആണ്. കാരണം ഇവർ 3 പേര് ഹൈ റിസ്ക് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് തന്നെ. അങ്ങനെ വരുമ്പോൾ അത് ഓവറോൾ ടീമിനുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു ദിവസം തിലക് വർമ്മയ്ക്കോ അല്ലെങ്കിൽ താഴെ കളിക്കുന്ന റിങ്കു സിംഗോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം ആ ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ മാച്ച് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ആ ടോപ്പ് 3യും ഹൈ റിസ്ക് ക്രിക്കറ്റ് കളിക്കുന്ന സ്ട്രാറ്റജി നല്ലതാണോ എന്ന് എനിക്ക് 100% അതിനോട് യോജിപ്പില്ല. പക്ഷേ എങ്ങനെ ഇനി ബിഗ് ടൂർണമെൻറ്റ്സ് വരുമ്പോഴേ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലണ്ട് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 2 മാച്ചിലെ പോലെ തന്നെ സ്പിന്നിനെതിരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഒരു ബെൻ ടക്കറിൻ്റെയും അതുപോലെ തന്നെ ലിവിങ്സ്റ്റണിൻ്റെയും ഒരു നല്ല പെർഫോമൻസ് കൊണ്ടിട്ടാണ് ഇംഗ്ലണ്ട് ഒരു ഡീസൻറ്റ് സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റിയത്. RCB ഫാൻസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കാരണം സോൾട്ട്, ലിവിങ്സ്റ്റൺ, ബേത്തൽ ഇവരാരും ഈ സീരീസിൽ ഇതുവരെ പെർഫോം ചെയ്തില്ല. അപ്പോൾ ഇന്നലത്തെ ഇന്നിങ്സ് RCB ഫാൻസിനെ സംബന്ധിച്ചും ഒരു വലിയൊരു ആശ്വാസമാണ്. പിന്നെ വരുൺ ചക്രവർത്തി ഇന്ത്യ മാച്ച് തോറ്റുകൊണ്ട് ആ പെർഫോമൻസ് ചെറുതാവുന്നില്ല. അത്ര മിസ്റ്ററി സ്പിന്നർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണിച്ച് തരുന്ന രീതിയിലുള്ളൊരു ബോളിംഗാണ്. കാരണം ക്ലൂലെസ് ആയിട്ടാണ് ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ വരുൺ ചക്രവർത്തിയുടെ മുമ്പിൽ ഔട്ടായി പോകുന്നത്. കൺസിസ്റ്റൻ്റായിട്ട് പുള്ളി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ T20 സ്ക്വാഡിലോ അല്ലെങ്കിൽ ഈവൻ 50 ഓവർ സ്ക്വാഡിൽ പോലും സ്ഥാനം അർഹിക്കുന്നുണ്ടെന്ന് വരുൺ ചക്രവർത്തി തീർച്ചയായിട്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരുപക്ഷെ പുള്ളി ഉണ്ടായിരിക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ധ്രുവ് ജുറേലിനെ എന്തിനാണ് ഇവർ കളിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ധ്രുവ് ജുറേൽ ഒരു അറ്റ്ലീസ്റ്റ് മിഡിൽ ഓർഡറിലെങ്കിലും കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. ഈ അക്ഷർ പട്ടേലിനും വാഷിങ്ടൺ സുന്ദറിനും എല്ലാം ശേഷം ഈ ധ്രുവ് ജുറേലിനെ കളിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പുള്ളി ഒരു പ്രോപ്പർ ഫിനിഷർ അല്ല. ഒരു അറ്റ്ലീസ്റ്റ് ഒരു നമ്പർ 5-ലെങ്കിലും കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. അവസരം കൊടുക്കുന്നത് മാത്രം പോരാ, അവസരം കൊടുക്കുമ്പോൾ അത് വിനിയോഗിക്കാനുള്ള ഒരു അവസരം കൂടെ കൊടുക്കണം. ഈ അക്ഷർ പട്ടേലിനും താഴെ ഈ ധ്രുവ് ജുറേലിനെ ഇറക്കിയ സ്ട്രാറ്റജി വളരെ മോശമായിപ്പോയി. ശരിക്കും വാഷിങ്ടൺ സുന്ദറിന് മുമ്പ് തന്നെ ധ്രുവ് ജുറേൽ പോകേണ്ടതായിരുന്നു. മൊത്തത്തിൽ ഇന്നലത്തെ മാച്ച് എന്നെ സംബന്ധിച്ച് വളരെ ഹാപ്പിയാണ്. കാരണം ഇംഗ്ലണ്ട് ജയിച്ചു, സീരീസ് വീണ്ടും അലൈവായി. അടുത്ത മാച്ച് ത്രില്ലിംഗ് ആവും. അവരും അലൈവായിട്ട് ഈ സീരീസിൽ നിൽക്കേണ്ടതും അവരും പെർഫോം ചെയ്യേണ്ടതും ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അടുത്ത മാച്ചും ഇംഗ്ലണ്ട് ജയിക്കണം, അങ്ങനെ സീരീസ് ടൈ ആവണം. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ മാച്ച് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത മാച്ചിൽ നോക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.